സുഹൃത്തുക്കളെ, മൈ ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മുട്ടിലാണ്. മുട്ടിൽ എന്ന് പറയുന്ന വയനാട്ടിലെ വളരെ ഫുട്ബോൾ പാരമ്പര്യമുള്ള ഒരു നാട്ടിലാണ്. ഇവിടെ ഇന്ന് മുട്ടിൽ പ്രീമിയർ ലീഗിൻ്റെ ഫൈനൽ നടക്കാൻ പോവാണ്. അപ്പോൾ ഈ ഫൈനൽ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കഴിഞ്ഞ സീസണുകളിലൊക്കെ ഈ ടൂർണമെൻറ്റ് ഭാഗമായിട്ട് ഞാനുണ്ടായിരുന്നു. ഇന്ന് ഫൈനലായതുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് ഈ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നതാണ്. കാരണം ഈ ടൂർണമെൻറ്റ് അത്രമാത്രം പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനും ഇതുകൊണ്ടുണ്ടായ ഈ നാട്ടിലുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു നാട്ടിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുമ്പോൾ നിങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ പല ഗുണങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും പല രീതിയിലും കുട്ടികളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ കൂടി വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ നാടുകളിലൊക്കെ ടൂർണമെൻറ്റ് നടത്തണോ അല്ലെങ്കിൽ നടത്തുന്ന ആളുകളാണെങ്കിൽ ഇതിലും ഭംഗിയായി എങ്ങനെ നടത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുക ഈ വീഡിയോ കണ്ടതിന് ശേഷം. അപ്പോൾ കൂടുതൽ വലിച്ചിടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുട്ടൽ പ്രീമിയർ ലീഗിന്റെ ആവേശകരമായ 5ാം സീസണിന്റെ കലാശ പോരാട്ടത്തിന്റെ വേദിയോടുകൂടി ഏഴുമേടും 14 പടക്കുതിരകൾ, 11 ആഫ്രിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്ത കറുത്ത കുതിര. ഈ ടീമുകളുടെ മത്സരം കണ്ടു തന്നെ വിലയിരുത്തേണ്ടി വരും. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ ഈ ഒരു മുട്ടൽ പ്രദേശത്തെ ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുന്ന മുട്ടൽ പ്രീമിയർ ലീഗിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. പോവാ അല്ല ബാക്കിൽ നിർത്തുകയാണെന്ന് വെച്ചാൽ അടിപൊളി. പ്രിയപ്പെട്ട കായിക പ്രേമികളെ, സാമൂഹിക, രാഷ്ട്രീയ, മത, സാംസ്കാരിക രംഗങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച മുട്ടലിന്റെ വിജയങ്ങളിലെല്ലാം തന്റേതായ റോളെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട ജമാൽക്കയുടെ വിരഹം കഴിഞ്ഞ് ഒരൽപ്പം ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ജമാൽക്കയ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് മൗനമാചരിച്ചുകൊണ്ട്, മൗനപ്രാർത്ഥന നടത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ആഘോഷങ്ങളിലേക്ക് നീങ്ങാം. മൗനപ്രാർത്ഥനയ്ക്ക് ശേഷം ദേശീയ ഗാനത്തോടുകൂടി ഈ മത്സരത്തിന് തുടക്കം കുറിക്കുന്നതായിരിക്കും. ഓക്കെ, സെറ്റ്. വിനീഷ് ഉള്ളിൽ പുറത്ത് അമ്പയറുടെ ഡിസിഷൻ. അമ്പയറുടെ ഡിസിഷൻ. ബാക്കിയുള്ളവർ മാറുന്നു. ബാക്കിയുള്ളവർ
ബോണിയാ ബോണി മുട്ട പ്രീമിയർ ലീഗ് കളി കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് ബാക്കി. ഹാപ്പി റെഡ് പ്രിയപ്പെട്ട കായിക പ്രേമികളെ, ഈ സമയത്ത് ഒരു സുദീർഘമായ ആമുഖ ഭാഷണത്തിന്റെ ആവശ്യകതയില്ല എന്നറിയാം. എന്നിരുന്നാലും പറയാൻ മറന്നുപോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഇത് മുട്ടിൽ പ്രീമിയർ ലീഗിന്റെ 5ാമത്തെ സീസണാണ്. 7 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങി ഇന്ന് 5ാം സീസണിന്റെ ഫൈനൽ വളരെ ഗംഭീരമായി ഇവിടെ നടന്നിരിക്കുന്നു. പുതുതായി ചരിത്രത്തിലേക്ക് ഇടം പിടിച്ച വാരിയേഴ്സിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഈ ഒരു 7 വർഷത്തെ മാറ്റം എന്ന് പറയുന്നത് ആദ്യ വർഷങ്ങളിൽ, ആദ്യത്തെ സീസണുകളിൽ ഈ മത്സരം നടന്നത് മുട്ടിലിന്റെ പ്രാന്തപ്രദേശത്തുള്ള പ്ലേയേഴ്സിനെ മാത്രം ഉൾപ്പെടുത്തിയിട്ടായിരുന്നു. പിന്നീട് അതിനുശേഷം മുട്ടിൽ പഞ്ചായത്തിലെ കൂടുതൽ താരങ്ങളെ ഉൾപ്പെടുത്തി. പിന്നീട് ഈ ഒരു വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പഞ്ചായത്തിന് പുറത്തുള്ള ജില്ലക്കും, എന്തിനധികം പറയുന്നു, ആഫ്രിക്കയുടെ വന്യമായ കരുത്ത് പോലും ഇന്ന് നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ ഈ നാട്ടിലെ ഫുട്ബോൾ താരങ്ങൾക്ക് അവരുടെ മാറ്റുകൂട്ടുവാൻ, കൂടുതൽ മത്സര ബുദ്ധിയോടുകൂടി മത്സരിക്കാൻ അവസരമൊരുക്കുന്നു. കൂടുതൽ ഡെവലപ്മെന്റുകൾ സാധ്യമാകാൻ ഇത് കാരണമാകുന്നു എന്ന് തന്നെ വിശ്വസിക്കാം. ചില യുവാക്കളുടെ നാടിനു വേണ്ടിയുള്ള സമർപ്പണം എന്ന് തന്നെ പറയാം. കാരണം ഒരു നാട്ടിൽ ഒരു ടൂർണമെന്റ് നടക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ ആ നാട്ടിലെ വരും തലമുറക്കുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ഞാൻ. നമ്മളെല്ലാവരും പറയാറുണ്ട്, ലഹരിക്കെതിരെയുള്ള പോരാട്ടം, മറ്റു പല പോരാട്ടങ്ങളെയും പേരെടുത്ത് പറയാറുണ്ട്. എന്നാൽ എന്റെ ഒരഭിപ്രായത്തിൽ ഏറ്റവും വലിയ ഗുണപാത്രകൾ എന്ന് പറയുന്നത് വളർന്നു വരുന്ന കുട്ടികൾ തന്നെയാണ്. നിങ്ങളോട് കേവലം ഒരൊറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസ്താവന ശരിയാണെന്ന് തെളിയിക്കാം. എനിക്ക് ആധികാരികമായി തന്നെ പറയാൻ കഴിയും, കേരള ടീമിനെ പ്രതിനിധീകരിച്ച ഒരു 3 താരങ്ങളെക്കാൾ കൂടുതൽ ആളുകളുടെ പേര് പറയാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പേരുകൾ ഒരുപക്ഷെ മുനീറിന്റെയോ ഷാനവാസിന്റെയോ മാഹിന്റെയോ ഒക്കെ പേരുകൾ മാത്രമായി ഒതുങ്ങും. 2004 ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ടൂർണമെന്റ് നടന്നു. അന്നത്തെ കേരളത്തിന്റെ മറഡോണ എന്ന് പറയുന്ന ആസിഫ് ഷഹീറിന്റെ നേതൃത്വത്തിൽ കമ്പളക്കാട് ടീം കളിക്കാൻ ഇറങ്ങി. ആസിഫ് ഷഹീറിന്റെ കളി കാണാനായി ഗാലറി മൊത്തം തിങ്ങി നിറഞ്ഞ ജനങ്ങൾക്കിടയിൽ കുട്ടിയായിരുന്ന ഞാനും ഉണ്ടായിരുന്നു. അന്ന് ആസിഫ് ഷഹീർ ഒരു ബോൾ കിക്ക് ചെയ്യുന്നതിനിടക്ക് ബാലൻസ് തെറ്റി ബാരിക്കെട്ടിലേക്ക് വന്ന് എന്റെ അടുത്തേക്ക് വന്ന് എന്റെ ശരീരത്തിൽ, എന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ കൈ കൊള്ളുകയും ആ ശരീരത്തിലെ വേർപ്പ് എന്റെ കയ്യിലായപ്പോ എനിക്ക് രോമാഞ്ചം ഉണ്ടാവുകയും ചെയ്തു. ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമല്ല. പക്ഷേ നമ്മൾ അറിയാത്ത, നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളുമായിരിക്കും നമ്മളുടെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടുള്ള അനുഭവങ്ങളായിരിക്കും ഒരുപക്ഷെ കുട്ടികളെ ഫുട്ബോളിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നത്. മുനീർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ നാടിന്റെ ഏറ്റവും വിലമതിക്കുന്ന താരമായ മുനീർ, ഫുട്ബോളിലൂടെ ജീവിതം കെട്ടിപ്പടുത്ത മുനീർ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൽപ്പറ്റക്കാരനായ രാജേഷ് ഏട്ടന്റെ കളി കാണാൻ പോയി അദ്ദേഹത്തിന്റെ മൊട്ടത്തലയിൽ ഒന്ന് തൊടാൻ കൊതിച്ചിരുന്നു എന്ന്. സിരാജിനെ നിങ്ങൾക്കറിയില്ലേ? ഇന്ന് ഡൽഹിയിലടക്കം പോയി സുബ്രതോ കപ്പ് കേരളത്തിലെ ഏറ്റവും നല്ല ജില്ലയിൽ കോമ്പീറ്റ് ചെയ്ത് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും വിജയിയായി സ്റ്റേറ്റ് ലെവല്, നാഷണൽ ലെവല് കളിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് അമൽ സിരാജ്. ഇതും ഈ പ്രീമിയർ ലീഗിന്റെ എഫക്റ്റ് ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
കമ്പളക്കാടും ഇന്ന് പ്രീമിയർ ലീഗിൽ നടക്കുന്നതിന്റെ എഫക്ട് കാണുന്നുണ്ട്. പല കുട്ടികളും ജില്ലാ ടീമിന് വേണ്ടി പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ക്യാമ്പുകളിലേക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ആമുഖ ഭാഷണത്തിൽ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഒന്ന് മാത്രം. ഈ ടൂർണമെന്റുകൾ നിലക്കാതെ നിന്നു പോവേണ്ടത് ഈ നാടിന്റെ ആവശ്യകതയാണ്, ഈ നാടിന്റെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്റെ പരിമിതമായ അറിവ് വെച്ച് വലിയ സാമ്പത്തിക ശേഖരമില്ലാത്ത ഒരു കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നടന്നു പോകൽ നമ്മുടെ ആവശ്യമാണ്. ഓരോ കളിക്കും മാൻ ഓഫ് ദ മാച്ച് അടക്കമുള്ള സമ്മാനങ്ങളൊക്കെ നൽകി വളരെ ആകർഷണീയമായി തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കമ്മിറ്റിക്ക് ഒരു വലിയ നന്ദി. ഈ മുട്ടിൽ പഞ്ചായത്തിലെ ഒരു മെമ്പർ എന്ന നിലക്ക്, ഈ മുട്ടിൽ പഞ്ചായത്തിൽ വർക്ക് ചെയ്ത ഒരു കായിക അധ്യാപകൻ എന്ന നിലക്ക്, ഈ മുട്ടിൽ പഞ്ചായത്തിൽ നിന്നും വളർന്നു വന്ന ഫുട്ബോൾ താരം എന്ന നിലക്ക്, കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഫുട്ബോൾ കോച്ച് എന്ന നിലയ്ക്ക് എല്ലാം ഈ കമ്മിറ്റിക്ക് അനുമോദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം ഇനിയും ഉഷസ്സിലേക്ക്, അടുത്ത വർഷം കൂടുതൽ ഉയർച്ചയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇബാദ് FC വാരിയേഴ്സിന്റെ ഇബാദിനെ കൈയടികളോടുകൂടി സ്വീകരിക്കാം. സമ്മാനം നൽകാനായി ഷാന അവരെ ക്ഷണിക്കുന്നു. ഷാന. ഏറ്റവും മാന്യമായ സമീപനത്തോടുകൂടി ഏറ്റവും നല്ല ഫെയർ പ്ലേ കാഴ്ചവെച്ച ടീമിനുള്ള അവാർഡാണ്. അത് നൽകുവാനായി രതീഷ് ക്ലീൻഡ് അവരെ ക്ഷണിക്കുന്നു. സമ്മാനം ഏറ്റുവാങ്ങാൻ അതിലെ വിന്നേഴ്സ് ആയിട്ടുള്ള എക്സോട്ടിക് പരിഹാരത്തിന്റെ മാനേജറെ ക്ഷണിക്കുന്നു. ഫെയർ പ്ലേക്ക് ഈ കയ്യടി മതിയാവുകയില്ല. റണ്ണേഴ്സിനുള്ള ക്യാഷ് അവാർഡ് വിതരണമാണ്. ആംസ്ട്രോങ് അവറുകളാണ് ഈ സമ്മാനം നൽകുന്നത്. അത് സ്വീകരിക്കുവാനായി ചേനങ്ങലിയുടെ മാനേജേഴ്സിനെ ക്ഷണിക്കുന്നു. പ്ലേയേഴ്സിന്റെ അഭാവത്തിൽ മാനേജേഴ്സിനെ ക്ഷണിക്കുന്നു. വയനാട് ഡ്രീംസ് റിയൽ എസ്റ്റേറ്റിന്റെ MD ആയ ആംസ്ട്രോങ് അവറുകളാണ് ഈ ടൂർണമെന്റിനോട് വളരെയധികം സഹകരിച്ച അദ്ദേഹത്തിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ക്യാഷ് അവാർഡ് ഏറ്റുവാങ്ങാൻ KBCT മാനേജ്മെന്റിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഇനി റണ്ണേഴ്സിനുള്ള ട്രോഫി സമ്മാനിക്കാനായി ഈ ട്രോഫി സ്പോൺസർ ചെയ്തിട്ടുള്ള MR ടയർസിന്റെ ബാവ അവരെ ക്ഷണിക്കുന്നു. നിറഞ്ഞ പുഞ്ചിരിയുമായി എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന പ്രിയപ്പെട്ട ബാവയ്ക്ക് ക്ഷണിക്കുന്നു. ഈ ട്രോഫി സ്വീകരിക്കാനായി KBCTയുടെ മാനേജ്മെന്റിനെ ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഈ ടൂർണമെന്റിലെ പുസ്കാസ് അവാർഡിന് അർഹനായിരിക്കുന്നത് ഇബാദാണ്. ഇബാദിന് ഒരു സ്പെഷ്യൽ സമ്മാനം നൽകുന്നു. അത് നൽകാനായി ഉസ്മാൻ അവരെ ക്ഷണിക്കുന്നു. ഈ ടൂർണമെന്റിലെ മുഴുവൻ ശബ്ദവും നൽകി ഈ ടൂർണമെന്റിനെ ആകർഷണീയമാക്കിയ ഉസ്മാൻ നൽകുന്നു ഇബാദിന്. താങ്ക് യു ബോത്ത് ഓഫ് യു. ഫുട്ബോൾ താരമാണ് മുനീർ കക്കറത്ത് ഇവിടെ ആദരവ് ഏറ്റുവാങ്ങുന്നു. പ്രിയപ്പെട്ട ശിഷ്യന് ആദരവ് നൽകുന്നത് ജയപ്രകാശ് അവറുകളാണ്. ജയപ്രകാശ് എന്ന പ്രകാശേട്ടനെ ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങാൻ മുനീറിനെ ക്ഷണിക്കുന്നു. മുനീറിന്റെ പിതാവ് മുഹമ്മദ് അവറുകളെ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിറഞ്ഞ കയ്യടികളോടുകൂടി സ്വീകരിക്കണം. കാരണം നിങ്ങളുടെ മുട്ടിലിന്റെ അഡ്രസ്സായി മാറിയ ഫുട്ബോൾ താരത്തിന് ജന്മം നൽകിയ പിതാവാണ്, പിന്തുണ നൽകിയ പിതാവാണ്. താങ്ക് യു 3 of you. ഷമീർ റോളക്സ് അവர்கள். താങ്ക് യു പ്രകാശ് ചേട്ടാ. നീ ചാക്കോ സാർ. ചാക്കോ സാർക്ക് ഉപഹാരം സമർപ്പിക്കുന്നു ഷമീർ റോളക്സ് അവர்கள். അടുത്തത് സിറാജ് അവர்கள். താങ്ക് യു. താങ്ക് യു സിറാജ്. കളിക്കുന്നത് മുനീറാണ്. ഇവരുടെ തലമുറയിൽ നിന്നും മുട്ടിലിന്റെ ഫുട്ബോൾ ഏറ്റെടുത്ത മുനീറാണ് ഇവർക്ക്
ഉപഹാരം സമർപ്പിക്കുന്നത്. സലീം ടി പി അവറുകൾ അടുത്ത ഉപഹാരം സ്വീകരിക്കാൻ സലീം ടി പി അവറുകളെ ക്ഷണിക്കുന്നു. നാച്ചിക നെക്സ്റ്റ് നാച്ചിക. താങ്ക് യു സലിംക. താങ്ക് യു നാജിക ആൻഡ് മുനീർ. പ്രായം കൂടുന്തോറും സ്ട്രെങ്ത് കുറയും എന്നുള്ളതിന് അപവാദമായി മാറിയിരിക്കുന്നു. മിസ്റ്റർ കോയ അവർകൾ അദ്ദേഹത്തെ ആദരിക്കാൻ ഷാജയെ ക്ഷണിക്കുന്നു. Congratulations and thank you ഷാജ. ഇനി അടുത്തത് മറ്റൊരു ആദരവ് നൽകാനുള്ളത് റഫീഖ് അവറുകൾക്കാണ്. റഫീഖ് കൊട്ടാരം അവറുകൾക്ക് ആദരവ് നൽകുന്നു ചാക്കോ സാർ. പ്രിയപ്പെട്ട ശിഷ്യന് ആദരവ് നൽകുന്നു ചാക്കോ സാർ. റഫീഖെ ഏത് കാറ്റഗറിയിലാണ് പെടുത്തേണ്ടതെന്ന് അറിയില്ല. പഴയ കളിക്കാരനെന്നോ ഇന്നും കളിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കാരനെന്നോ എങ്ങനെയാണ് ഏത് കാറ്റഗറിയിലാണ് പേര് വിളിക്കേണ്ടതെന്ന് അറിയില്ല. എന്തായാലും എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിക്കുന്നു. ചാക്കോ സാറിൽ നിന്നും മൊമെന്റോ ഏറ്റുവാങ്ങാൻ റഫീഖെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഹീറോ ഓഫ് ദ ഫൈനൽ മാച്ച് ആരായിരിക്കും? ഗോൾ കീപ്പർ, വൺ ആൻഡ് ഓൺലി ഗോൾ കീപ്പർ ഓഫ് FC Warriors. സമ്മാനം നൽകാനായി കൊട്ടാരം അലിമോൻ അവരെ ക്ഷണിക്കുന്നു. അക്ഷയിന് സമ്മാനം നൽകുന്നു അലിമോൻ. അക്ഷയ് FC Warriors. വീണ്ടും FC Warriorsന്റെ ഷോക്കേഴ്സിലേക്ക് മറ്റൊരു ട്രോഫി കൂടി സമ്മാനം നൽകാനായി മൻസൂർ അവരെ ക്ഷണിക്കുന്നു. സുലൈമാൻ അവറുകളാണ് അടുത്ത സമ്മാനം നൽകുന്നത്. സുലൈമാൻ അവറുകൾ തയ്യാറായി നിൽക്കുക. എമർജിംഗ് പ്ലെയർ ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത് സൽമാൻ ഫാരിസ്. ടൈഗേഴ്സ് കോളനിയുടെ സൽമാൻ ഫാരിസിനെയാണ് സമ്മാനം നൽകാനായി സാബിദിനെ ക്ഷണിക്കുന്നു. സൽമാൻ ഫാരിസ്. ഓക്കെ, വിന്നിംഗ് ടീമിന്റെ താരങ്ങൾ മെഡലുകൾ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇവർക്കുള്ള സമ്മാനദാനമാണ്, ഇവർക്കുള്ള ക്യാഷ് അവാർഡ് ദാനമാണ്. അത് നൽകുന്നത് 7 days ഹാപ്പി 7 daysന്റെ മാനേജിംഗ് ഡയറക്ടറായ നസീബ് അവറുകളാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പോഡിയത്തിലേക്ക് വന്ന് തയ്യാറായി നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ വിന്നേഴ്സിനുള്ള എവറോളിംഗ് ട്രോഫി നൽകുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. Put your hands together for the winners, FC Warriors. Come on all of you. Okay. Thank you Razak and Mustafa.